ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ബക്കിംഗ്ഹാം പാലസ്. ഇത് നിർമ്മിച്ചത് 1703-ലാണ്. 1761 കിങ് ജോർജ് III അദ്ദേഹത്തിൻ്റെ ക്വീൻ ഷാർലറ്റിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമ്മുടെ ബക്കിംഗ്ഹാം പാലസ് സ്ഥിതി ചെയ്തിരിക്കുന്നത് സിറ്റി ഓഫ് വെസ്റ്റ് മിനിസ്റ്ററിലാണ്. ഈ ഒരു പാലസിന് ടോട്ടൽ 775 റൂംസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു ഗസ്റ്റ് പോകുന്നതാണ്. അതായത് വേറൊരു പാലസിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻസോ കൈമാറാനും അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്റേഴ്സ് കൊടുക്കാനും ഒക്കെയാണ് ഇങ്ങനെ പോകുന്നത്. ആ ഗസ്റ്റിനെ എസ്കോർട്ട് പോയതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ആൾക്കാർ എന്താണ് ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നതെന്ന്. അത് ഇന്നത്തെ ദിവസത്തിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു സെറിമണി ഇപ്പം നടക്കും. അതായത് ചേഞ്ചിങ് ഓഫ് ഗാർഡ് സെറിമണിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് എല്ലാ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആൻഡ് സൺഡേയിൽ രാവിലെ ഒരു 11 o'clock ആകുമ്പോൾ നടക്കും. അതായത് ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു സെറിമണിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ക്യൂൻ ഗാർഡ് പുതിയൊരു ഗാർഡിന് ഹാൻഡ് ഓവർ കൊടുക്കുന്ന അതായത് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന ചേഞ്ച് ചെയ്യുന്ന ഒരു സെറിമണിയാണ്. ഇത് 3 ലൊക്കേഷനിൽ അതായത് ഇത് 3 ലൊക്കേഷൻ ബിറ്റ്വീനിലുള്ള ഒരു ഇവൻ്റാണ്. അതായത് ബക്കിംഗ്ഹാം പാലസ്, സെൻറ്റ് ജെയിംസ് പാലസ്, വെല്ലിംഗ്ടൺ ബാരക്ക്, ഈ 3 പാലസിന് ഉള്ളിൽ നടക്കുന്ന ഒരു ഇവൻ്റാണ്, സെറിമണിയാണിത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് സൺഡേയിൽ 10 o'clock തുടങ്ങും. ബാക്കി മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ 11 o'clock ആണ് ഈ ഒരു ഇവൻ്റ് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ എസ്കോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അതായത് പോലീസ് ഓഫീസേഴ്സ് കുതിരപ്പുറത്താണ് പോകുന്നത്. വേറൊരു പ്രത്യേക കാര്യം, ഞങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തൊരു കാര്യം, ഈ കുതിരകൾ ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് തലയൊക്കെ ഇട്ട് ആട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നിറച്ചും ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഇത് പാലസ് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കുറേ സ്ഥലത്തുനിന്ന് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എപ്പോഴും ഈ സൈക്കിളിൽ പോകുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഇവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പിന്നെ ഇത് കാണുന്നത് ഇവിടുത്തെ ഒരു സൈഡിലുള്ളൊരു ചെറിയൊരു ഗാർഡൻ പോലെ ആണ്.
ഇപ്പം കാണുന്നത് നമ്മുടെ ബക്കിംഗ്ഹാം പാലസിൻ്റെ വേറെ ലൊക്കേഷനിൽ നിന്നാണ് ഇങ്ങോട്ട് ഒരു പരേഡ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ടത് അതിൻ്റെ വേറെ ഒരു സൈഡിൽ നിന്ന് അവർ അകത്തേക്ക് കയറി പോകുന്നതാണ് നമ്മളെ കണ്ടത്. പിന്നെ ഇവിടുത്തെ ഗാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ യൂണിഫോം, അതായത് നമ്മൾ സമ്മർ സീസൺ, അതായത് ഏപ്രിൽ ടു ഒക്ടോബർ അവരുടെ യൂണിഫോമിൻ്റെ കളർ റെഡ് ട്യൂണിക്സും പിന്നെ അവർ ധരിച്ചിരിക്കുന്ന ക്യാപ്പ് ബ്ലാക്ക് ബെയർ സ്കിന്നുമാണ്. പിന്നെ വിൻ്റർ സീസണിൽ ഇവരുടെ യൂണിഫോമിൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ ഗ്രേ കളർ കോട്ടാണ്, അതായത് ലോങ് ഗ്രേ കോട്ടാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവരെ എസ്കോർട്ട് ചെയ്ത് വന്ന പോലീസ് ഓഫീസേഴ്സും കുതിരകളും ഇവിടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ അകത്തോട്ട് കയറി വന്ന പരേഡ് അതിനെ എസ്കോർട്ട് ചെയ്ത് വന്ന പോലീസ് ഓഫീസറും കുതിരയും ഇവിടെ നിൽപ്പുണ്ട്. അപ്പം അത് എല്ലാവർക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും എല്ലായിടത്തും വന്ന് നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ ആ ഒരു സൈഡിൽ കൂടെ വരികയും നമുക്ക് വേണ്ടി പോസ് ചെയ്തൊക്കെ തന്നു. ഇപ്പം കാണുന്നത് അകത്തു നിന്ന് വേറൊരു ലൊക്കേഷൻ, അതായത് വേറെ ഒരു സ്ഥലത്തോട്ട് പരേഡ് പൊയ്ക്കൊണ്ടിരുന്നത് ഗാർഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പം ഈ കാണുന്നത് നമ്മുടെ പാലസിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് ദ ക്വീൻ വിക്ടോറിയ മെമ്മോറിയൽ കാണാൻ സാധിക്കും. അതായത് നിയർലി 25 മീറ്റർ ടോളാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും അതിനുള്ളിലുള്ള സ്റ്റാച്ചു ശരിക്കും കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ അറ്റ് ദ ടോപ്പ് നമുക്കൊരു ബ്രോൺസ് വിങ്ഡ് വിക്ടറി കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് 2 ഈഗിൾസ് വിത്ത് വിങ്സ്, അതായത് എംപയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണത്. അപ്പോൾ ഇതിൻ്റെ 4 കോർണറിലായിട്ട് 4 സ്റ്റാച്യൂസ് ഉണ്ട്. അത് നമ്മുടെ പീസ്, പ്രോഗ്രസ്, അഗ്രികൾച്ചർ ആൻഡ് മാനുഫാക്ചർ, ഈ 4 എണ്ണത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ട്. ഒരു നല്ല സൂപ്പർ ഗാർഡൻ ട്യൂലിപ്പാണ് ഫ്ലവർ, ആ റെഡ് കളർ. ഇതാണ് ഇവിടുത്തെ മെമ്മോറിയൽ ഗാർഡൻ. ഇതിൽ നമുക്ക് 3 ടൈപ്പ് ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും, അതായത് ബ്ലൂ ജെറേനിയംസ്, യെല്ലോ വാൾ ഫ്ലവർ ആൻഡ് റെഡ് ട്യൂലിപ്സ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഗാർഡൻ ഇവർ ക്രിയേറ്റ് ചെയ്തത് 1901 ഓക്കെ. ഇപ്പം കാണുന്നത് നമ്മുടെ ദ റോയൽ പാർക്സിൻ്റെ ലാൻഡ്മാർക്ക് ഏരിയാസൊക്കെയാണ്. ഇത് നമ്മുടെ ഈ സെൻറ്റ് ജെയിംസ് പാർക്കിൻ്റെ പല ഏരിയാസിലും അവരത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാർക്കിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു ലേക്കാണ്. ഇവിടെ നമ്മൾ പല പാർക്കിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ ബേർഡ്സിനെ നമ്മൾ കണ്ടു. നല്ല വെറൈറ്റി ഡക്കും ഗൂസാണെങ്കിലും വേറെ ടൈപ്പ് ഗൂസിനെ നമ്മൾക്ക് കാണാൻ സാധിച്ചു. നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു ലേക്കാണ്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒരു ഗൂസിനെ കണ്ടു. പിന്നെ ഇവിടെ അവർ കരയിലും വന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ഡക്കും അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിട്ട് കാണിക്കാം. മിക്കവാറും ഓടി പറക്കാറാണ്. അതാ വെറൈറ്റി അല്ലേ. ഡക്കിൻ്റെ പേരാണ് പോക്കറ്റ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ടൈപ്പ് ഡക്കിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഡക്കും അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നല്ലപോലെ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, 4 കുഞ്ഞുങ്ങളുണ്ട്. 4 കുഞ്ഞുങ്ങളും അതുങ്ങൾ വന്ന് കരയിൽ ഇങ്ങനെ നിൽക്കുക. ഇതും പോക്കറ്റിൻ്റെ
വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വേറൊരു പേരുണ്ട്, അതായത് ഡൈവിങ് ഡക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടോന്നറിയത്തില്ല, ഒരാൾ ഡൈവ് ചെയ്ത് പോയി. പിന്നെ ഇത് നമ്മുടെ യൂറോപ്പിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഡക്കാണ്. ഈ പാർക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗാർഡനാണ്. ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്ലവർ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമുക്കിവിടെ ഇഷ്ടം പോലെ പ്രാവിനെയൊക്കെ കാണാൻ സാധിക്കും. പിന്നെ സൈഡിലൊക്കെ കുറേ ഫ്ലവേഴ്സും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ജെയിംസ് പാർക്കിൽ. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ബ്രിഡ്ജ് കാണാം, ബ്ലൂ ബ്രിഡ്ജ്. അപ്പോൾ ഈ ബ്ലൂ ബ്രിഡ്ജ് നമ്മുടെ പാർക്കിൻ്റെ 2 സൈഡിനെ ബന്ധിപ്പിക്കുന്നതാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലണ്ടൻ ഐ ഒക്കെ ഇച്ചിരി ദൂരത്തുനിന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്നത് നമ്മുടെ ബ്രിഡ്ജിൻ്റെ മേളിൽ നിന്നുകൊണ്ട് കാണുന്ന കാഴ്ചയാണ്. അതായത് പോക്കറ്റിൻ്റെ ഫാമിലി എന്ന് പറയാം. അതായത് മെയിലും ഫീമെയിലും അതിൻ്റെ 5 കുഞ്ഞുങ്ങളുമാണ് ഈ സ്വിം ചെയ്ത് പോകുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഈ സെൻറ്റ് ജെയിംസ് പാർക്കിലുള്ള ബേർഡ്സിൻ്റെയും ചെറിയ ഇൻസെക്റ്റ് എന്തിനെയൊക്കെയാണ് ഇവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ജൈന്റ് വീല് പോലെ? അത് ശരിക്കും നമ്മുടെ ലണ്ടൻ ഐ ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നുണ്ട്, കാണിച്ചെന്ന് നിങ്ങളെ. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാൻഡ്സ്കേപ്പും പിന്നെ കുറേ മരങ്ങളും ഒക്കെയാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് അത്യാവശ്യം റെസ്റ്റോറൻറ്റും ഒക്കെ അവൈലബിൾ ആണ്. ടോയ്ലറ്റ്, റെസ്റ്റോറൻറ്റ്, പ്ലേ ഗ്രൗണ്ട് എല്ലാം അവൈലബിൾ ആട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ നമ്മൾ കണ്ട ഒരു ചെറിയൊരു ഗാർഡൻ പോലെയുണ്ട്. അതിനകത്ത് നിറച്ചും ടൂലിപ്സാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂലിപ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് കാണാൻ. ഈ ഒരു ഗാർഡൻ്റെ അകത്ത് ടൂലിപ്സിനെ കൂടാതെ വേറെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ മെമ്മോറിയൽ ഗാർഡനിൽ കണ്ടതുപോലെ തന്നെ ജെറേനിയംസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലം നടന്നു കാണാൻ തന്നെ ഒരുപാട് നടന്നു കാണാൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബക്കിംഗ്ഹാം പാലസിലുള്ള സെൻറ്റ് ജെയിംസ് പാർക്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബക്കിംഗ്ഹാം പാലസിൽ വേറൊരു പാർക്കും കൂടെ ഉണ്ട്, അതായത് ദ ഗ്രീൻ പാർക്ക്. അവിടെ ഇപ്പോൾ ഞങ്ങൾ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.